ഞങ്ങളെ ഈ ശബ്ദപരിധിയിൽ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നത്. ഈ രാവിലെ ഈ സമയം നിങ്ങളുടെ കാതുകളിൽ സന്ദേശവുമായി സർവശക്തനായ ദൈവം അയക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. പലരും മരണം കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ മരണം ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു ജീവനിലേക്ക് അല്ലെങ്കിൽ ഒരു നരകത്തിലേക്ക് പോകുന്ന ഒരു വക്രീയ വാസമാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇതിനെ ഏറ്റവും അധികമായി എതിർക്കുകയും കളിയാക്കിയ ചെയ്ത ആളുകളായിരുന്നു. സുവിശേഷം എന്നാൽ മതം മറ്റൊന്ന് പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിന്ദിക്കുകയും കളിയാക്കി ചെയ്തത് ഞങ്ങളൊക്കെ പരസ്യമായി യേശുക്രിസ്തുവിന്റെ മരവിനെ ഇങ്ങനെ ഘോഷിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് സത്യം അറിയുകയും സത്യം നിർസംഗമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടും ഏറ്റവും അധികമായി സുവിശേഷം നിന്ദിക്കുന്ന ഒരാളായി മാറിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിൽ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് വഴിപാടുകൾ നേർച്ചകൾ നടത്തിയ ശേഷം ഒന്നിനും വിടുവിക്കാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന, ഞാൻ കളിയാക്കിയിരുന്ന ഈ യേശു ദൈവമാണെന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാം എന്ന് കണ്ടു വന്ന ഒരാളായിരുന്നു. എന്നാൽ 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള കൃത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് വെച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ യേശുവിനെ പറഞ്ഞത്, അറപ്പാനും പിടിപ്പാനും വെള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണെന്നുള്ളത്. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലധികമായാൽ കഷ്ടമാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് നാം കാണുന്ന വാർത്തകളൊക്കെ ഏറ്റവും അധികമായി മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യം നമുക്ക് കാണുവാനുണ്ട്. ഏറ്റവും അധികമായി ആളുകൾ പണം കൊടുക്കുന്നത് ഇപ്പം അനാഥാലയങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ മനുഷ്യൻ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഉപേക്ഷിക്കുവാനും തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാതെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്? മനുഷ്യൻ അന്ത്യകാലഘട്ടത്തിൽ സ്വസ്നേഹികളും ദ്രവ്യാദികളുമായി മാറുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഇതൊരു അന്ത്യകാലഘട്ടമാണ്. യേശുക്രിസ്തുവിന്റെ വരവത്സരം യാസന്റെ വേളയിൽ ഇതെല്ലാം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് പ്രവചനത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. വിശുദ്ധ പുസ്തകത്തിൽ മനുഷ്യന്റെ ജീവിതം എങ്ങനെ തീരുമെന്നുള്ളതും എങ്ങനെയാണ് ഇനി ജീവിക്കുന്നതെന്നും എവിടെ കൊണ്ടാകുന്നത് അവസാനിക്കുന്നതൊക്കെ മുഴുവനായി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ നാം ഈ ഭൂമിയിലായിരിക്കുന്ന ഏറിയാൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം കാലം കൊണ്ട് ജീവിച്ചു തീർക്കുന്നതല്ല ഒരു മനുഷ്യന്റെ ആയുസ്. ഞാൻ വായിച്ചു കേൾപ്പിച്ചതുപോലെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നുള്ള ആ തിരുവഴുത്തിന് നിവൃത്തികരണം കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീർന്നു പോകുന്നതല്ലാത്തത് കൊണ്ടും നിത്യമായ 2-ാം മാസം മനുഷ്യനുള്ളത് കൊണ്ട് മാത്രമാണ് രഹസ്യമായുള്ള ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കുവാൻ പിന്നെയും കാരണമാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കലാൻ ജീവിതമായിരുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഇവിടെ കിട്ടുന്ന മദ്യവും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തുള്ള സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ആരെയും വകവെക്കാതെ ആരെയും അനുസരിക്കാതെ എന്ത് പറഞ്ഞാലും അത് മറുതല പറഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന ജീവിതമായിരുന്നു. നാട്ടുകാർക്ക് സ്വന്തക്കാർക്കും പോലീസുകാർക്ക് എസ് എൽസുകാർക്കൊക്കെ തലവേനയെ മാറിയ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന സുവിശേഷമാണ്
ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളും വിളിച്ചു പറയുന്നത് മറ്റൊരുത്തിനും രക്ഷയില്ല. നരഹിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവ് എന്ന്. അപ്പൊ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികമായി പണം മുടക്കുന്നത് മറ്റൊന്നാണ് പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി. ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ തനിജപരമായി ചെയ്തിരുന്ന സകല പാപവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപത്തെ മാറ്റുവാൻ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്താലും മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയുന്ന കാരണം പാപം കടന്നു നിൽക്കുന്നത് മനുഷ്യന്റെ രക്തത്തിനകത്താണ്. രക്തത്തിൽ കടന്നു നിൽക്കുന്ന പാപത്തെ മാറ്റുവാൻ ഏതെല്ലാം രീതിയിൽ നോക്കിയാലും പാപത്തെ മാറ്റുവാൻ കഴിയുന്ന. എന്നാൽ വിശുദ്ധ പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കുന്നവനെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കരുതപ്പെടാത്തൊരു മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് നിങ്ങളുടെ കാതുകളിൽ മുഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പാപം ആദ്യ മനുഷ്യനായ ആദാം മനസ്സിലാക്കിയ കാഴ്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിന് സാദൃശ്യമായിരുന്നു. ദൈവജങ്ങൾ അല്പത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേട് കാഴ്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. അനുസരണക്കേട് കാഴ്ച മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഇന്ന് മനുഷ്യൻ സത്യദൈവത്തെ കണ്ടെത്താതെ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ കോപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്നുള്ളത്. അതേ മനുഷ്യൻ ദൈവത്തിൽ അകന്നുപോയി മനുഷ്യൻ പാപത്തിലേക്ക് പോയപ്പോൾ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പിന്നെ ചേർത്ത് പോവാൻ വേണ്ടി 2000 വർഷത്തിന് മുമ്പേ എന്തെങ്കിലും നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വധിക്കുവാൻ വേണ്ടി കാൽവരി യാഗമാകി അതിനുശേഷം കടമായി പിടിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവറിക്കുന്ന ഈ ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഈ കഞ്ഞിക്കുള്ളിൽ ഈ ഭാഗത്ത് വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് എന്ന് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെടുക്കുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തുകൊണ്ടി അതാകുന്നതിന്റെ സുവിശേഷം എന്ന്. ഈ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് തന്നിരിക്കുന്ന നിത്യരക്ഷണം കരസ്ഥമാക്കണമെന്നതാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിശുദ്ധ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന എന്താണ് പ്രയോജനമെന്ന്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്നും കുറവില്ല, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോഴും ആത്മാവ് എവിടെയാണ് ഇനി വസിക്കുക എന്നുള്ളത് ഉറപ്പാക്കണം. ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം. മനുഷ്യ കഴിഞ്ഞാൽ ഏതെല്ലാം പ്രാർത്ഥനകളും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് എല്ലാം വെളിപ്പെടുമ്പോൾ അന്ന് യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും ജീവന്റെ പുസ്തകത്തിൽ കടന്ന സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പോയിലേക്ക് നിർത്താൻ പോകുന്നത്. നമുക്കായി ദൈവം തന്നിരിക്കുന്ന സൗജന്യമായ ഒരു രക്ഷയുണ്ട്. യോഗത്തിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നിർബന്ധമാണ് ദൈവം ലോകത്തെ സ്നേഹിച്ച്. ആ സ്നേഹമാണ് ഞങ്ങളുടെ ഉയർത്തി കാണിക്കുന്നത്. ഈ സ്നേഹത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരു പക്ഷേ സന്ദേശം നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ടും പറഞ്ഞിട്ടും പിന്നെയും പഴയ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ രക്ഷയ്ക്ക് വരാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്ത് പോകും, വിശ്വസിച്ച് നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്ന് തിരുവചനം പറയുന്നു. ഈ ഒരു പക്ഷേ ഇതുപോലെ സുവിശേഷ സന്ദേശങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം നമ്മുടെ മുന്നിൽ സമയമില്ല. സമയം നമുക്ക് മുന്നിൽ കാത്തിരിക്കാത്തതുകൊണ്ടും മരണം നിശ്ചയമായിരിക്കുന്നതുകൊണ്ടും എപ്പോഴാണ് എങ്ങനെയാണ് മരണം കടന്നു വരികയെന്ന ഒരു മനുഷ്യന് പോലും പറയാൻ കഴിയുന്നത്. എന്നാൽ മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കണം. മരിച്ചു കഴിഞ്ഞുള്ള വാസം
എങ്ങനെയാണ് ഇവിടെയാണ് ഉറപ്പാക്കിക്കൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിന്റെ വരവിനെ ഒരുങ്ങുവാൻ എടുക്കപ്പെടുവാൻ നിങ്ങളെ ഈ സമക്ഷമായ ദൈവത്തിന്റെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞു.